ഏതായാലും പറഞ്ഞു കൊടുത്തു, ഒരു നല്ല കവിതയാകാരെന്നല്ല. ക്ലാസ്സിലെ കവിതാ മത്സരത്തിൽ ആ കുട്ടി എന്തെങ്കിലും ഒന്ന് ചൊല്ലണം. പിള്ളേർക്ക് പാടാൻ പറ്റുന്ന വിധത്തിൽ സിമ്പിളായിട്ട് അർത്ഥമൊന്നുമില്ലാതെ 4 വരി പറഞ്ഞു കൊടുത്തു. അതിനെന്താ ഇപ്പോ? ബൈ. എന്താ മോളെ ഇന്ന് ലേറ്റ്? ഇതൊക്കെ എന്താ? എന്റെ ബാഗ് പിടി. എന്താ രേണു? നമസ്കാരം. ഇത് പിടി. ഇനി ഒന്ന് കുനി. എന്താ ഇതൊക്കെ? സക്സസ്. നിന്റെ കവിത ഞാൻ ചൊല്ലി എനിക്ക് സമ്മാനമായിട്ട് വീണയും കിട്ടിയടാ. മത്സരത്തിൽ മോള് മാത്രമേ പങ്കെടുത്തുള്ള. അല്ല, കളി കാര്യമാകുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഗിഫ്റ്റിന്റെ രൂപത്തില്. നിന്റെ കവിത ഞാൻ ചൊല്ലിക്കഴിഞ്ഞപ്പം ഓഡിറ്റോറിയത്തിൽ എന്ത് കയ്യടിയായിരുന്നു. സൈലന്റ് സൈലന്റ് സൈലന്റ്. നീയും ഞാനും ഒന്ന് എന്ന വരികളിൽ ഇവൾ ദേശീയ ഐക്യത്തെ പറ്റിയാണ് പറയുന്നത്. എന്തായാലും കവിത എഴുതി എനിക്ക് പട്ടം കിട്ടിയ സ്ഥിതിക്ക് മലയാളത്തിൽ ഞാനൊരു കവിത എഴുതി അത് നിന്റെ കല്യാണത്തിന്റെ അന്ന് സമ്മാനമായിട്ട് ഞാൻ തരും. അതുപോലെ അങ്ങനെ ആവട്ടെ മാഡം. നീ വേഗം പോയി ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിക്കടാ. ബൈ. ഈ വിളയാട്ട് ഗണപതി വെറും തമാശയായിട്ട് കാണരുത്. ഈ വിളയാട്ട് ഗണപതിയുടെ ആശീർവാദം കൊണ്ട് 1998 ബാങ്കോക്കിൽ നടന്ന മത്സരത്തിൽ സമ്മാനം മേടിച്ചിട്ട് ഇന്ത്യയിലേക്ക് ഓടി വന്നത്. അതെന്താ ഫ്ലൈറ്റിന് കാശുണ്ടായില്ലേ? നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഒന്നാമനായി വന്ന് ഈ കോച്ചിന്റെ മാനം കാക്കണം ഗുരു. പോയി മറ്റുള്ള ദൈവങ്ങളുടെ അനുഗ്രഹം മേടിച്ച് സ്റ്റാമിന കൂട്ട്. ശരി മാസ്റ്റർ. ചക്കരച്ചോറ് തീരുന്നതിന് മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഇതല്ലേ നീ പറഞ്ഞ ഡീസന്റ് ഗേൾസ്? ഇവളുമാരൊന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതല്ലടാ, ചക്കരച്ചോറ് വാങ്ങി നക്കി തിന്നാൻ വേണ്ടി വന്നേക്കണേ. ഇയാൾ എന്തായി കാണിക്കുന്നേ? അറിയില്ല. വഴിപാട് നേർച്ച. നേർച്ച എന്ത് നേർച്ച? വലതു കൈ വാനം നോക്കി ഇടതുകാലെടുത്തു വെച്ച് എണ്ണാതെ 8 വട്ടം ഈ കോവിൽ ചുറ്റി വരും നോർക്ക് നിനച്ചതെല്ലാം നിറവേറിടും ഡും 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 എന്ന് ഊമേടികൾ എന്ന് പേരുള്ളൊരു സിദ്ധൻ ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടും ഇത് തന്നെയാ. നിങ്ങൾ ഇവിടെ ഏതോ ഗുരു തോൽക്കണമെന്ന് പ്രാർത്ഥിച്ച് കൈകൊട്ടി ഉറക്ക നേർച്ച നേരുന്നുണ്ടായിരുന്നില്ലേ? എന്താ ഈ കാണണേ? BSc ഫാഷൻ ടെക്നോളജി സ്വാമി. നാം അത് ചോദിച്ചില്ല. ഇങ്ങനെ കാണിക്കണത് എന്താ? നേർച്ചയാ സ്വാമി. ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചാ ആഗ്രഹിച്ചത് നടക്കും. ഏത് ഏപ്പിനെ പറഞ്ഞേ? ഊമയടികൾ സ്വാമി. എന്ത് വഷളത്തരായത്? ഊമകൾ എങ്ങനാ സംസാരിക്കണത്? സ്വാമി, നമുക്ക് ആരോ ഇത് കാര്യമായിട്ട് പണിഞ്ഞതാ. നാവടക്കട കൊശവ. അങ്ങോട്ട് നോക്കി അവര് നമ്മളെ പറ്റിക്കായിരുന്നല്ലേ? ഇതൊക്കെ എന്നാ മത്സരം? കപ്പെടുത്ത് അവന്റെ കൊടുക്ക്. അവൻ തന്നെ നമ്പർ 1. അവൻ എന്റെ ശിഷ്യനാ. ശക്തിക്ക് നമ്മുടെ വിശിഷ്ടാതിഥി ആനന്ദ് ചെല്ലപ്പൻ മെഡൽ നൽകി ആദരിക്കുന്നതാണ്. വെരി ഗുഡ്. ആഗ്രഹിച്ച പോലെ തന്നെ ജയിച്ചല്ലേ ശക്തി. കീപ് ഇറ്റ് മൈ ബോയ്. വലതു കൈ വാനം നോക്കി ഇടത് കാലെടുത്ത് വെച്ച് നിനച്ചതെല്ലാം നിറവേറിടും. ടുടുടും ടും ടുടുടും ടുടുടും ടും ടുടുടും ടുടുടും ടും ടുടുടും ടുടുടും ടും ടുടുടും. ഹലോ ഗുരു, ഓട്ട മത്സരം കഴിഞ്ഞോ? ജയിച്ച ഉടനെ ഒന്ന് ഫോൺ ചെയ്യാൻ പാടില്ലേ? എന്താണ് വലിച്ചു നീട്ടുന്നേ? ചെവി ഞാൻ പൊണ്ണാക്കും കേട്ടോ. ഹലോ, പറയണ എന്തായാലും ഗുരുമൂർത്തി.
ഹലോ ഗുരുമൂർത്തി എടാ എടാ ഇങ്ങനെ ഒച്ച വെക്കുന്നതിനേക്കാളും നല്ലതേ ആ ഫോൺ അങ്ങ് താഴെ വെച്ചിട്ട് നേരിട്ട് അങ്ങ് സംസാരിക്കേ, അവൻ കേട്ടോളും. എന്നടി തമാശിക്കുക? തീർച്ചയായിട്ടും അവൻ ഫോൺ ചെവിയിൽ വെച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാ പറഞ്ഞേ. ഹലോ ആ പറയാമ്മ. എന്താ മോനെ, ജയിച്ചല്ലോ അല്ലേ? ഇല്ലമ്മ. ഉം. എന്താ പറഞ്ഞു ഗുരു? അല്ലമ്മ, ഞാൻ ജയിച്ചിരുന്നെങ്കിൽ എന്താ നടക്കുക? നേരത്തെ കിട്ടിയ 24 മെഡലിന്റെ കൂടെ ഈ ഒരെണ്ണം കൂടി ചേർത്ത് 25 വീട്ടിൽ വെക്കും. ഇന്ന് ഞാൻ ജയിക്കാൻ ശ്രമിക്കാതെ തോറ്റു കൊടുത്തതുകൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെട്ടമ്മേ. എന്താ മോനെ നീ പറയുന്നേ? ഇന്ന് മീറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇന്നലെ കോളേജിലാണ് താമസിച്ചിരുന്നത്. യാദൃശ്ചികമായി ഞാൻ രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ കോളേജിലെ ശക്തി നിർത്താൻ ആ ലേറ്റ് നൈറ്റിലും വളരെ ഹെവി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അവനോട് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോ ഗ്ലൂക്കോസ് കഴിക്കേ. ശക്തി, പ്രാക്ടീസ് ചെയ്ത് മതിയിടാ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. പോയി റെസ്റ്റ് എടുക്ക്. ഓ പറ്റില്ലടാ, പേടിയാ എനിക്ക്. 10 വർഷം, എന്റെ 10 വർഷത്തെ സ്വപ്നമാടാ ഇത്. ഈ മീറ്റിൽ എനിക്ക് ജയിച്ചേ പറ്റൂ, എങ്കിലേ സ്പോർട്സ് കോട്ടയിൽ എനിക്ക് ജോലി കിട്ടൂ. നിനക്കും അറിയാമല്ലോ, അച്ഛൻ റിട്ടയർഡായില്ലേ. കുടുംബത്തെ ഞാൻ തന്നെ നോക്കണം. അനിയത്തിയുടെ കല്യാണം നടത്തണം. അതിന് ജയിക്കണം എനിക്ക്. നാളെ എനിക്ക് ജയിച്ചേ പറ്റൂ. വേറെ വഴിയില്ലടാ. ടൈമർ ഓൺ ചെയ്യ്. സ്റ്റാർട്ട്. യാ. ഞാൻ അപ്പോൾ തന്നെ തീരുമാനിച്ചു അവൻ തന്നെ ജയിക്കണമെന്ന്. അമ്മ, ഇക്കാര്യം എൻ്റെ ഫ്രണ്ട്സിനും കോച്ചിനും ആർക്കും അറിയില്ല കേട്ടോ. അവരെന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അമ്മയോടൊന്നും വിളിക്കാറില്ലല്ലോ, അതുകൊണ്ട് അമ്മയോട് മാത്രം പറഞ്ഞു. വലിയ കാര്യം ചെയ്തത് ഗുരു. ആർക്കും സ്നേഹം കൊണ്ടല്ലാതെ വേറെ ഒന്നുകൊണ്ട് നിന്നെ തോപ്പിക്കാൻ പറ്റില്ല. നിന്റെ ഈ നന്മയ്ക്ക് നിനക്ക് നല്ലതേ വരും മോനെ. ഹായ്. ഹായ്. എന്താ ശേഖർ ഇനിയും കാണാത്തെ? എക്സ്ക്യൂസ് എന്താ മീ. ഇത്? Many more happy returns of the day. വാങ്ങിച്ചോളൂ. ഇപ്പോഴും നിന്റെ അച്ഛൻ തഹസിൽദാർ ദിവാകരൻ തന്നെയല്ലേ? അല്ല. ആ തഹസിൽദാർ പ്രൊമോഷനിൽ പ്യൂണായില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അച്ഛനോട് ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കും. മച്ചാ, ചക്രച്ചോറ് ചക്രച്ചോറ്. ആരാടാ ഇത്? നിന്റെ സ്വന്തക്കാരിയാ? ഇതുവരെ ഇല്ല, ഇനി എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. ഹലോ, നിങ്ങളോട് സോറി പറയാനാ വന്നേ. സ്വാമിയുടെ മുമ്പിൽ കൈകൊട്ടി ഞാൻ തോക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്റെ മുമ്പിൽ കൈകൊട്ടി സോറി പറയുന്നു. ഈ പെണ്ണുങ്ങളുടെ മനസ്സ് മനസ്സിലാവുന്നേ ഇല്ലല്ലോ പുരുഷോത്തമ. അല്ല, എന്തിനാ ഈ സോറി? നിങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിച്ചതിന്. മുരുക, കോളേജിൽ നമ്മൾ ആദ്യമേ കാലെടുത്ത് വെക്കുമ്പോ എന്താ ചെയ്യാറ്? സിഗരറ്റ് വലിച്ചു. അതല്ലടാ, ഓരോരുത്തരും നിന്ന് സത്യം ചെയ്യില്ലേ? അതെന്താ? ഇന്നു മുതൽ പെണ്ണുങ്ങളുടെ വാക്കേ കേൾക്കൂലെന്ന്. അതുകൊണ്ട് കുടിയന്റെ വാക്ക് പഴയ ചാക്ക് പോലെയാ, പെണ്ണിന്റെ വാക്ക് വെള്ളത്തിലെ വര പോലെയാ. അതുകൊണ്ട് 108 തവണ സോറി സോറി എന്ന് കൈപ്പിടലെഴുതാൻ ഞങ്ങൾ വിശ്വസിക്കാം. അതുകൊണ്ട് എത്ര അതുകൊണ്ടാടാ? എടുക്കടാ വണ്ടി. നിക്ക്. എന്തിനായിരിക്കോ എഴുതി തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ എങ്ങനെയാ? വെയിറ്റ് ചെയ്യ്. ഇതെന്നാടാ പേപ്പർ ഫ്ലാസ്കിനകത്ത് കൊണ്ട് നടക്കുന്നത്? ഇതെന്ത് വാൽമീകി രാമായണം ട്രാൻസ്ലേറ്റ് ചെയ്യണം? അച്ഛാ, നിന്നെ ഇത്തരം ഒരു മോശമായ അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ അബി. എനിക്ക് നിനക്ക് എങ്ങനെ എന്നോട് ചെയ്യാൻ കഴിഞ്ഞു? എന്താ അച്ഛാ? മിണ്ടരുത്. ഇനി ഒരു വാക്ക് നീ എന്നോട് മിണ്ടിയാൽ ഇനിയും സംസാരിച്ചാൽ ഓവറാവും സർ. ഇവിടെ വെച്ച് നിർത്തിക്കോളൂ. ഏയ്, നീ ഞാൻ ആരാണെന്നല്ലേ ചോദിക്കാൻ പോകുന്നത്? നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ. കല്യാണോ? ഞങ്ങൾ അങ്ങോട്ട് വന്ന് പറയാനിരുന്നതാ, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ എന്താ സാർ ഇവിടെ നടന്നത്?
വെള്ളം തെറിച്ച് ഇവളുടെ ഡ്രസ്സ് നനഞ്ഞു. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലാണെങ്കിൽ അതും ഈ നട്ടുച്ചയ്ക്ക് നിങ്ങൾ സ്ഥിരം വന്നു പോകാറുള്ള നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ റിസോർട്ടിലേക്ക് ഞങ്ങൾ എന്തിനു വരണം? നാട്ടിലെന്താ വേറെ സ്ഥലമില്ലേ? ആദ്യം അവളോട് മാപ്പ് ചോദിക്കേ. മാപ്പി വയ്ക്കേ? ഈ കാലത്ത് പെൺകുട്ടികൾ ഈ കാലത്തെ പെണ്ണ് ആ കാലത്തെ പെണ്ണ് ഏത് കാലത്തെ പെണ്ണാണെങ്കിലും അവള് തന്നെ വിചാരിക്കണം സാർ. നമുക്കാരെയും പൂട്ടി വെച്ച് രക്ഷിക്കാനൊന്നും പറ്റില്ല. ആദ്യം അവളോട് മാപ്പ് ചോദിക്കൂ സാർ. മാപ്പ് ചോദിക്കൂ സാർ. സ്വന്തം മകളോട് അവളുടെ അച്ഛൻ സോറി പറയണമെന്ന് വാശി പിടിക്കാൻ തക്കവണ്ണമാണ് നീ എൻ്റെ മകളെ ഇഷ്ടപ്പെടുന്നതല്ലേ? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി മിസ്റ്റർ ഗുരു. ആ അബി, സോറി മോളെ. അച്ഛാ, നിന്റെ വീട്ടുകാരുമൊത്ത് പതിവനുസരിച്ച് വന്ന് പെണ്ണി ചോദിക്കാം. താങ്ക്സ് ഗുരു. താങ്ക് യു. എന്റെ അച്ഛനോട് എങ്ങനെ ഇത്രയും ധൈര്യത്തിൽ സംസാരിച്ചത്? ഒന്ന് പോടി. ഈ ലോകത്തിൽ എന്റെ അച്ഛനൊഴികെ വേറെ ആരുടെ അച്ഛനായിരുന്നാലും എനിക്കൊരു പേടിയില്ല. വേരട്ടി ഒതുക്കില്ല ഞാൻ. സ്വന്തം അച്ഛനോട് എങ്ങനെ സംസാരിക്കാൻ പോണേ? ഗുരു എങ്ങനെ? വഴിയുണ്ട്. എന്റെ മോള റൗഡികളെയും കൂട്ടിക്കൊണ്ടുവന്ന് ഗുണ്ടായിസം കാണിക്കുന്നു. തണ്ണി അടിച്ച് വന്ന് തകരാറ് കാണിക്കുക. ഒന്ന് മിണ്ടാതിരിക്കച്ചാ. ആരെ ഇവിടെ വെള്ളം അടിച്ചിട്ട് വന്നെന്ന് പറഞ്ഞു? നിങ്ങളോട് തന്നെയാ പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ കുടിച്ചിട്ടുണ്ട്. അവനെ ആദ്യം പിടിച്ച് പുറത്താക്ക്. അത് കഴിഞ്ഞ് മതി സംസാരം. നമ്മുടെ കൂട്ടത്തിൽ ആരാടാ വെള്ളം അടിച്ചിട്ട് വന്നേ? വെള്ളം അടിച്ചവനെ എടുത്ത് പുറത്തിടാ. എന്നോടാ കളി? എന്താ എന്താ കിളിക്കുന്നേ? പുറകോട്ട് നോക്ക്. അത് പിന്നെ നിങ്ങൾ ബസ്സിലൊന്ന് മയങ്ങിപ്പോയപ്പോ ഇവന്മാരൊക്കെ ഒരേ പൈൻ്റെ അടുത്ത് വെള്ളം ചേർക്കാണ്ട് അടിച്ചിട്ടപ്പാ നാണം കിടത്തില്ലടാ. അത് നേരത്തെ പോയതല്ലേ. നിങ്ങളുടെ ഗുരു എന്നോട് നുണ പറഞ്ഞു. നിങ്ങൾ നല്ലവനാണ്, നട്ടല്ലുള്ളവനാണ്, സംസ്കാരമുള്ളവനാണെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് കുടിയന്മാരുടെ സംഘത്തിന്റെ നേതാവാണെന്ന്. സബാഷ്, കലക്കേടി മോളെ. അച്ഛാ, എനിക്ക് ഇങ്ങനെ മകനെ വേണ്ടച്ചാ. വേറൊരു നല്ലവരനെ നോക്ക്. എന്റെ മോൻ ആരാന്നറിയാവോ? നിന്ന രാജാവ്, നടന്ന ചക്രവർത്തി, ഒന്നിരുന്നാൽ ഉദയസൂര്യൻ, കണ്ണു വെച്ചാൽ കനൽ കട്ട. അവനെ പോലെ ഒരു സുന്ദരനെ ഭർത്താവായി കിട്ടാൻ എത്ര പെണ്ണുങ്ങൾ താപസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാവോ നിനക്ക്? ഹിമാലയത്തിൽ പോയി നോക്ക്. അവനേക്കാൾ മിടുക്കനൊരുത്തനെ കിട്ടുവോ നിനക്ക്? അതെ. ചുമ്മാ ഇരടാ. ഹോ, ഇത്ര പുകഴ്ത്തുന്നല്ലോ നിങ്ങളുടെ മകനെ. കേക്കാൻ കൊള്ളാം. എന്നാ അയാളെ കൊണ്ട് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കൊള്ളില്ലല്ലോ. ആരാ പറഞ്ഞത് പറ്റിയല്ലോ? അവനെടുക്കുന്ന ഓരോ തീരുമാനവും കൃത്യമായിരിക്കും, സത്യമായിരിക്കും, ഉറപ്പുള്ളതായിരിക്കും. ഇല്ലെങ്കിലോ? ആണെങ്കിലോ? ഇല്ലെങ്കിലോ? ആണെങ്കിലോ? അപ്പോ എന്നെ കല്യാണം കഴിക്കാൻ നിങ്ങളുടെ മകനെടുത്ത തീരുമാനവും ശരിയായിരിക്കണമല്ലോ. അതെ. അപ്പൊ ഞങ്ങളെ ആശീർവദിക്കേ. എന്നുവെച്ചാ എന്നെയും സ്വന്തം മകനെയും. എവിടെയാ അവൻ? ഇവളുടെ പുറകിലുണ്ടായിരുന്നല്ലേ? നിന്റെ അഭിനയം സമ്മതിക്കണോടാ മോനെ. ജോഡി നല്ല ചേർച്ചയൊക്കെ ഉണ്ട്. വേലിയിലിരുന്ന പാമ്പിനെടുത്ത് വേലായത്തിൽ വെക്കുമല്ലായിരുന്നോ? ഇനി എന്തുട്ടാ ആലോചിക്കുന്നതും? ആശീർവാദം ചെയ്ത് ഹണിമൂൺ അയക്കാനുള്ള പരിപാടി നോക്കാനേ. നിനക്ക് പറ്റിയ പെണ്ണെ തന്നെ കണ്ടുപിടിച്ച നീ. എഴുന്നേറ്റോ, എഴുന്നേറ്റോ. ചേട്ടാ, ചേട്ടാ, ട്രെയിൻ വരുന്നു. എല്ലാവരും ഓടിക്കോ, എല്ലാവരും ഓടിക്കോ, ഓടിക്കോ, എല്ലാവരും ഓടിക്കോ, വേഗം ഓടിക്കോ. ബ്രേക്ക് ഉണ്ട്, ഓടിക്കോ. വേഗം വേഗം
ദൈവത്തെ പോലെ വന്ന് നീ ഞങ്ങളെ രക്ഷിച്ചല്ലോടാ. നിനക്കെന്തെങ്കിലും പറ്റിയോ മോനെ? പറ്റില്ല ഡോക്ടർ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഇന്ന് വൈകുന്നേരം നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മകനോ മകൾക്കോ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ പരിക്കേറ്റ് ബാൻഡേജ് ചെയ്ത അവസ്ഥയിലാണുള്ളതെങ്കിൽ പെട്ടെന്ന് നമ്മൾ പരിഭ്രമിച്ച് എന്താണ് കാര്യം എന്ന് അവരോട് അന്വേഷിച്ച് പിന്നെ റിലാക്സായി നമുക്ക് ഉറങ്ങാൻ കഴിയും. എന്നാൽ ആ ആക്സിഡൻറ്റ് അടുത്ത ദിവസം അവർക്ക് നടക്കാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയാൽ എങ്ങനെയാ ഡോക്ടർ നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ കഴിയുക? ഓരോരുത്തർക്കും അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാനായിരിക്കും ഡോക്ടർ ആകാംക്ഷ കൂടുതൽ. പക്ഷെ അതറിയാത്ത സസ്പെൻസിലാണ് ജീവിതത്തിൻ്റെ അർത്ഥമുള്ളത് ഡോക്ടർ. എന്നാലും നിങ്ങളെ സംബന്ധിച്ചുള്ള ഈ കാര്യം തീർച്ചയായും നടന്നിരിക്കും. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യമെന്തോ അത് നടന്നിരിക്കും. അത് ചിലപ്പോൾ ഒരു മണിക്കൂറിനുള്ളിലാവാം, ഒരു ദിവസത്തിനുള്ളിലാവാം, ഇല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലുമാവാം. പക്ഷേ തീർച്ചയായും നടന്നിരിക്കും.